ഹായ് ഫ്രണ്ട്സ്, സൺഡേ അല്ലേ. അപ്പൊ കുട്ടികൾ രാവിലെ മുതൽ പാർക്കിൽ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ട്. പൂക്കോട്ടുംപാടം കതിര് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോവാൻ തീരുമാനിച്ചിരിക്കുക. നല്ലൊരു സ്ഥലമാണ്. എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോന്നു. പൂക്കോട്ടുപാടം കതിരിലോട്ട് പോകണം. അപ്പൊ വീട്ടിൽ എത്ര ദൂരം ഉണ്ടാവും കതിരിലോട്ട്? ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവണം. ദേവാ എങ്ങനെ പോണേ? എങ്ങട്ടാ? ലച്ചു? ലച്ചു എവിടെ? ലച്ചു അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പൂക്കോട്ടുംപാടം കതിരെത്തിട്ടോ. പോരുന്ന വഴിയിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ബേർഡ്സ് ആൻഡ് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. കതിർ വന്ന വേറൊരു ഫീലാണ്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഇത്. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ. ചവിട്ടി പോകുന്ന ബോട്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തോണി, മെഷീൻ ബോട്ടുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനൊരു ഹാളുണ്ട്. നമുക്ക് പ്രോഗ്രാം വെക്കാം. സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പ്രോഗ്രാം വെക്കാം. അല്ലെങ്കിൽ മറ്റ് സെമിനാറുകൾ ഇവിടെ നടത്താം. ചെറിയൊരു തൂക്കുപാലാണിത്. ഇതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം.
ഇവിടെ വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് പഴംപൊരിയും ചായയും കിട്ടി. പഴംപൊരി മാത്രമല്ല, ഒരുവിധം ചായക്കടികളൊക്കെ ഇവിടെ കിട്ടും. ഈ ഒരു ഭാഗം കുട്ടികളുടെ പാർക്കാണ്. കുതിരസവാരി ഉണ്ട്, പിന്നെ ഊഞ്ഞാല്, സ്ലൈഡ് എല്ലാം ഉണ്ട് ഇവിടെ. അമ്മയും ഏട്ടനും കുട്ടികളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയത് തന്നെ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ സമയം 6:30 ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.